നമസ്കാരം. സ്വാഭാവികമായി ഗർഭം ധരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് IVF ഒരു സാധാരണ ചികിത്സയാണ്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നത് ഒരുതരം ഫെർട്ടിലിറ്റി ചികിത്സയാണ്. അണ്ഡാശയങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത അണ്ഡങ്ങൾ എടുത്ത് ബീജം ഉപയോഗിച്ച് ബീജസങ്കലനം ചെയ്ത് ഒരു ഭ്രൂണം സൃഷ്ടിക്കുകയും ആ ഭ്രൂണം അമ്മയുടെ ഗർഭാശയത്തിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് IVF. ഇന്ന് IVF എന്നത് ഒരു സാധാരണ വാക്കാണ്. എന്നാൽ അധികം താമസിക്കാതെ വന്ധ്യതയ്ക്കുള്ള ഒരു നിഗൂഢമായ നടപടിക്രമമായിരുന്നു അന്ന്. ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നവയെ ഉൽപ്പാദിപ്പിച്ചു. 1978 ഇംഗ്ലണ്ടിൽ ജനിച്ച ലൂയിസ് ബ്രൗൺ അമ്മയുടെ ഗർഭപാത്രത്തിന് പുറത്ത് ഗർഭം ധരിച്ച ആദ്യത്തെ കുഞ്ഞായിരുന്നു. എന്നാൽ ഇതിനൊക്കെ അപ്പുറം ഇപ്പോഴിതാ ലോകത്തിൽ ആദ്യമായി ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ശാസ്ത്രവിദ്യ ഉപയോഗിച്ച് കങ്കാരു ഭ്രൂണത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞർ. ഈ ചരിത്രപരമായ നേട്ടം കങ്കാരുക്കൾ ഉൾപ്പെടെയുള്ള മാർസുപിയൻ വർഗങ്ങളുടെ വംശനാശത്തിന് തടയിടുമെന്ന് ശാസ്ത്രലോകം കണക്കുകൂട്ടുന്നു. മനുഷ്യരിലെ IVF ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഇൻട്രോ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ വഴിയാണ് ആദ്യമായി ശാസ്ത്രജ്ഞർ ഒരു കങ്കാരു ഭ്രൂണം വികസിപ്പിച്ചെടുത്തത്. ICSI വഴി ഒരു ബീജത്തെ ഒരു വളർച്ചയെത്തിയ അണ്ഡത്തിൽ നിക്ഷേപിക്കുകയും ഇതുവഴി ഈസ്റ്റേൺ ഇനത്തിൽപ്പെട്ട കങ്കാരുവിന്റെ ഭ്രൂണത്തെ വികസിപ്പിക്കുകയുമായിരുന്നു. മാർസുപിയൻ ജീവികളുടെ സംരക്ഷണത്തിലുള്ള ഒരു സുപ്രധാന നാഴികക്കല്ല ഇത് മാറുമെന്ന് ക്വീൻസ്ലാൻഡ് സർവകലാശാലയിലെ മുഖ്യ ഗവേഷകനായ ഡോക്ടർ ആൻഡ്രൂസ് ഗംബാനി വ്യക്തമാക്കി. ഭൂമിയിലെ ഏറ്റവും വലിയ വൈവിധ്യമാർന്ന മാർസുപിയൻ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഓസ്ട്രേലിയ. എന്നാൽ ഏറ്റവും ഉയർന്ന സസ്തിനി വംശനാശ നിരക്കും ഇവിടെയാണ്. കോവാല, ടാസ്മാനിയൻ ഡെവിൾ, നോർത്തേൺ ഹെയർ നോയ്സ്, വോംബാറ്റ്, ലീഡ് ബീറ്റേഴ്സ്, പോമാസസ് തുടങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്ന മാർസുപിയൻ ഇനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഡോക്ടർ ഗാംബിനി പറഞ്ഞു. ICSI വഴി ഉപയോഗിച്ച് ഗവേഷണ സംഘം ഇതുവരെ 20-ലധികം കങ്കാരു ഭ്രൂണങ്ങൾ വിജയകരമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വന്യജീവി ആശുപത്രികളിൽ അടുത്തിടെ ചത്ത കങ്കാരുക്കളിൽ നിന്നാണ് ഗവേഷക സംഘം ബീജ അണ്ഡകോശങ്ങൾ ശേഖരിച്ചത്. വെബ് ഡെസ്ക് തത്തുമൈ TV.